ഹായ് ഫ്രണ്ട്സ്, നാളെ മാർച്ച് 21-ാം തീയതി +2 വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് എക്സാമാണ്. +1 വിദ്യാർത്ഥികൾക്ക് ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഏകദേശം എല്ലാം റെയർ കോമ്പിനേഷനിൽ വരുന്നതാണ് +1കാരുടെ എക്സാം. പക്ഷേ +2കാർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് എക്സാമാണ്. ഇംഗ്ലീഷ് സയൻസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം മെജോറിറ്റി 90% പേർക്കും വളരെ ലളിതമാണ്. +1 തന്നെ ഡബിൾ പാസിലധികം മാർക്ക് വാങ്ങിയവരായിരിക്കും. അവരെ A+ എത്തിക്കാനും ഫുൾ മാർക്ക് ആക്കാനുമുള്ള ശ്രമമായിരിക്കും. അതേപോലെ തന്നെ കൊമേഴ്സ് കുട്ടികൾക്കും ഇംഗ്ലീഷ് വളരെ കുറച്ച് പേർക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നാറുള്ളൂ. എന്നാൽ ഹ്യൂമാനിറ്റീസ് ക്ലാസ്സുകളിൽ വലിയൊരു ശതമാനം പേർക്ക് ഇംഗ്ലീഷ് വലിയൊരു ബുദ്ധിമുട്ടാണ്. അത് ഫുൾ മാർക്ക് ആക്കാൻ ശ്രമിക്കുന്നവർക്കും A+ന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കും പാസ് മാർക്കിന് വേണ്ടി ശ്രമിക്കുന്നവർക്കും ഒക്കെ ഇംഗ്ലീഷ് ഒരു ഭയം തോന്നാറുണ്ട്. പക്ഷേ നിങ്ങൾ ആരും ആകുലപ്പെടേണ്ട കാര്യമില്ല. ലളിതമായ എക്സാം ആയിരിക്കും. നമ്മൾ പഠിച്ചത് തന്നെ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക. അത്തരത്തിലുള്ളൊരു ശ്രമം, കോൺഫിഡൻസും നമ്മുടെ ഭാഗത്തുണ്ടാവുക. നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് പറഞ്ഞ അതേപടി അനുസരിക്കുക. ഫുൾ മാർക്കും A+ വാങ്ങാൻ നമുക്കറിയാം. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചിട്ടുണ്ടാവണം. ഗ്രാമർ, സ്പെല്ലിങ്, എല്ലാ കാര്യത്തിലും ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന സ്റ്റൈൽ എല്ലാത്തിലും പെർഫെക്ഷൻ ഉണ്ടായിരിക്കണം. എന്നാൽ പാസ് മാർക്ക് വാങ്ങുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ളൊരു സ്ട്രെയിൻ എടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ടീച്ചേഴ്സ് പറഞ്ഞു തന്നതുപോലെ നമുക്ക് സ്വന്തമായി സെൻറ്റൻസ് എഴുതാൻ പറ്റില്ല എങ്കിൽ പോലും നമ്മൾ ടീച്ചേഴ്സ് പറഞ്ഞു തന്ന, നമുക്ക് അയച്ചു തന്ന സമ്മറി, നമ്മൾ ചാപ്റ്റർ വൈസ് ഉള്ള സമ്മറി നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ജനറൽ ക്വസ്റ്റ്യൻസിൻ്റെ സ്ട്രക്ചർ, ലെറ്റർ ആവട്ടെ, നോട്ടീസ് ആവട്ടെ, മെയിലാവട്ടെ, അതിൻ്റെയൊക്കെ ഈവൻ അപ്രീസിയേഷൻ, ക്യാരക്ടർ സ്കെച്ച്, ഇതിൻ്റെ പോലും ഒരു ഘടനയുണ്ട് എങ്ങനെ എഴുതണമെന്ന്. അതിൻ്റെ അത്തരത്തിലുള്ള പാറ്റേൺ എങ്കിലും നിങ്ങൾ പഠിച്ചു പോയിട്ട് അത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ ചാപ്റ്റർ വൈസ് സമ്മറി നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. മുഴുവൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാവുന്ന വിധം നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഇംഗ്ലീഷ് പാസ്സാവൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇത്തരത്തിൽ നമ്മുടെ സ്വന്തം ടീച്ചേഴ്സ് പറഞ്ഞത് മാത്രം അനുസരിച്ച് അത്തരത്തിലുള്ളൊരു വർക്ക് ഉണ്ടായാൽ മതി. പക്ഷേ A+ഉം ഫുൾ മാർക്കും വാങ്ങേണ്ടവർ, നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നവർ നല്ല രീതിയിലൊരു പെർഫെക്റ്റ് വർക്ക് തന്നെ ഉണ്ടായിരിക്കണം. എഴുതുന്ന സ്റ്റൈലിലും സ്ട്രക്ചറിലും ഒക്കെ ഒരു പെർഫെക്ഷൻ വരുത്താൻ വേണ്ടി ശ്രമിക്കണം. ടെൻഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾ പഠിച്ച രീതി നല്ല കോൺഫിഡൻസോടുകൂടി ഉറപ്പിച്ചിട്ട് പോകൂ. ഈസിയായി നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ മാർക്ക് വാങ്ങാൻ സാധിക്കും. അതിന് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ +1 വിദ്യാർത്ഥികൾക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു.